സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം സ്ഥിരീകരിച്ച എക്സൈസും ജൂനിയർ ആർട്ടിസ്റ്റുമാരാണ് ലൊക്കേഷനുകളിൽ ലഹരി എത്തിക്കുന്നത്. ഇതിനു മുൻപ് പിടിയിലായ ചിലരിൽ നിന്നും ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ആർ ജയചന്ദ്രൻ ന്യൂസ് 18 പറഞ്ഞു. സിനിമാ രംഗത്തുള്ളവർ MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ഡ്രഗാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് എന്ന സൂചനയും എക്സൈസിന് ലഭിക്കുന്നു. സമീപകാലത്തിറങ്ങിയ ചില സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്ത ജൂനിയർ ആർട്ടിസ്റ്റുമാർ ഈയിടെ ലഹരിയുമായി കൊച്ചിയിൽ പിടിയിലായിരുന്നു. MDMA ഉൾപ്പെടെയുള്ള ന്യൂജൻ മയക്കുമരുന്നാണ് അവരിൽ നിന്നും പിടിച്ചെടുത്തത്. ഇതിൽ നിന്ന് സിനിമാ മേഖല കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടിന്റെ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ആർ ജയചന്ദ്രൻ ന്യൂസ് 18 പറഞ്ഞു. സിനിമാ മേഖലയുമായി ബന്ധപ്പെടുന്നവർ ഇവരെല്ലാം ആക്റ്റീവായിട്ട് ആ മേഖലയിലുള്ളവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഡാൻസ് പിന്നെ ഈ DJ പാർട്ടികൾ അങ്ങനെയൊക്കെയുള്ള ഈ ഒരു സമാന മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പിന്നെ കൂടുതലും ഇത്തരത്തിലുള്ള സിനിമയിൽ ഈ ചെറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സെറ്റുകളിൽ അവർ ഈ രീതിയിൽ ലഹരി പരക്കാനിടയാവുന്ന സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് അവരിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ടാണ്. പിന്നെ അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള ചില നേരത്തെ പിന്നെ പറഞ്ഞതുപോലെയുള്ള ചില പ്രസ്താവനകൾ അവരുടെ കൂട്ടായ്മകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ലൊക്കേഷനുകളിൽ ലഹരി എത്തിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുമാരാണ്. DJ പാർട്ടികളിൽ ലഹരി എത്തിക്കുന്നവർക്കും ഇതിൽ പങ്കുണ്ടാകാം. അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് സിനിമാ മേഖലയിലുള്ളവർ തന്നെ പങ്കുവച്ചതെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കി. ഹോട്ടൽ വ്യവസായ മേഖലയിൽ DJ പാർട്ടി എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട്. അപ്പോൾ അത് DJ പാർട്ടി എന്ന് പറയുന്നത് എല്ലാ DJ പാർട്ടിയും നമ്മളെ സംബന്ധിച്ച് നിരോധിക്കത്തക്കതോ അല്ലെങ്കിൽ പരമായി പാടില്ലാത്തതോ ആണെന്നുള്ള അഭിപ്രായമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ലഹരിയുടെ സാന്നിധ്യമാണ് പ്രശ്നം. ആരോപണങ്ങൾ ഉയർന്നതിന്റെ പേരിൽ എല്ലാ സിനിമാ ലൊക്കേഷനുകളിലും റെയ്ഡ് നടത്താൻ പ്രയാസമുണ്ട്. സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടായാൽ മാത്രമേ ലൊക്കേഷനുകളിൽ പരിശോധന നടത്താൻ കഴിയൂവെന്നാണ് എക്സൈസ് നിലപാട്. ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കൊച്ചി.